വിശുദ്ധനും വിശ്വസ്തനുമായ നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ വീണ്ടും ഒരു കർത്തൃദിനം നമുക്ക് ദൈവം ദാനം ചെയ്തു. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണ നൽകിയ ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. 1 കൊരിന്ത്യർ 1 അധ്യായം അതിൻ്റെ 9 വാക്യം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 1 അധ്യായം അതിൻ്റെ 9 വാക്യം. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അവർ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ നമ്മെ വിളിച്ചു എന്നുള്ളതാണ്. God is faithful, through whom you were called into fellowship with his Son, Jesus Christ our Lord. യേശുക്രിസ്തു നമ്മുടെ കർത്താവാണ്. അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ഈ ദൈവം തൻ്റെ പുത്രനിലൂടെ നമ്മെ വിളിച്ചു. യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചു. ആ ദൈവം വിശ്വസ്തൻ. വളരെ അനുഗ്രഹീതമായ നിലയിൽ ഒരു വിശ്വാസി അനുഭവിക്കുന്ന ആത്മീക അനുഗ്രഹത്തിന്റെ ശ്രേഷ്ഠത എന്താണ് എന്നാണ് വിശുദ്ധ പൗലോസ് കൊരിന്ത്യ ലേഖനം 1 അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അവിടെ പൗലോസ് അപ്പോസ്തലൻ താനൊരു അപ്പോസ്തലനായി വിളിക്കപ്പെട്ടു എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. അവിടെ നാം ഒന്നാമതായിട്ട് കാണുന്നത്, യു ഹാവ് ബീൻ സാങ്ക്ടിഫൈഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് സെയിൻസ് ബൈ കോളിംഗ്. നാം വിളിക്കപ്പെട്ട വിശുദ്ധരാണ്. യേശു ക്രിസ്തുവിൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് എന്നാണ് പറയുന്നത്. അതേ കൊരിന്തിലുള്ള വിശ്വാസികളെ കുറിച്ച് നമുക്കറിയാം. അവർ അന്ധകാരം നിറഞ്ഞ അനാത്മികതയുടെ വലിയ പശ്ചാത്തലത്തിൽ നിന്ന് അപകടകരമായ ഒരു വല്ലാത്ത ആത്മീക അന്തരീക്ഷത്തിൽ നിന്നാണ് അവർ വലിയ വെളിച്ചത്തിലേക്ക് വന്നത്. യേശുക്രിസ്തുവിന്റെ സുവിശേഷം അവരുടെ കുരുട്ടു കണ്ണുകളെ ശോഭയുള്ളതാക്കി തീർത്തു. ക്രിസ്തുവിന്റെ സുവിശേഷം അവരുടെ കണ്ണുകളിൽ ശോഭിച്ചു. അങ്ങനെ യേശുക്രിസ്തുവിനെ അവർ വിശ്വസിച്ചു. എന്നാൽ നാം 2 വാക്യത്തിൽ വായിക്കുന്നത്, ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് എഴുതുന്നത്. ഒന്നാമതായി നാം കാണുന്നത്, യേശുക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് കൊരിന്തിലുള്ള വിശ്വാസികൾ. അവരെ പോലെ നാമും യേശുക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നുള്ള പേര് വിശുദ്ധന്മാർ എന്നാണ്. പ്രിയ ദൈവജനമേ, പലപ്പോഴും ലോകര് വിശുദ്ധന്മാരെന്ന് പലരെയും കുറിച്ച് പ്രഖ്യാപിക്കുന്നത് അവർ മരിച്ചതിന് ശേഷമാണ്. എന്നാൽ കൊരിന്തിലുള്ള വിശ്വാസികൾ അവർ പല ന്യൂനതകൾ ഉള്ളവരാണെങ്കിലും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരായതുകൊണ്ട്, യേശുക്രിസ്തുവിൽ വിശുദ്ധരായി വിളിക്കപ്പെട്ടവർ ആയതുകൊണ്ട് അവരെ വിശുദ്ധന്മാർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് സെയിൻസ് ബൈ കോളിംഗ്. വിശുദ്ധന്മാരായി വിളിക്കപ്പെട്ടവരായി നാം തീർന്നു. അതെ, നാം വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാണ്. രണ്ടാമത്തെ കാര്യം നാം 4 വാക്യത്തിലാണ് കാണുന്നത്. നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന മറ്റൊരു അനുഗ്രഹമാണ്. 3, 4 വാക്യങ്ങളിലൂടെ ആ അനുഗ്രഹം വിശദമാക്കുകയാണ്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. You were given grace in the Lord Jesus Christ. യേശുക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച ദൈവകൃപ,
അത് നമ്മുടെ രണ്ടാമത്തെ അനുഗ്രഹമാണ്. ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലുള്ള വിശ്വാസികൾക്ക് ലഭിച്ച ദൈവകൃപയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യേശു ക്രിസ്തുവിൽ കൊരിന്ത്യർക്ക് ലഭിച്ച ദൈവകൃപ, യേശു ക്രിസ്തു മൂലം നിങ്ങളും ഞാനും അനുഭവിക്കുന്ന ദൈവകൃപ എത്ര ശ്രേഷ്ഠമാണ്. ആ ദൈവകൃപ നിമിത്തമാണ് നമുക്ക് വിശുദ്ധന്മാരായി വിളി ലഭിച്ചത്. ആ ദൈവകൃപ നിമിത്തമാണ് അശുദ്ധരായിരുന്ന നാം വിശുദ്ധരായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുയേശുവിൽ ലഭിച്ച ദൈവകൃപയെ ഓർത്ത് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് ധാരാളമുണ്ട്. പൗലോസ് പറയുകയാണ്, ഐ താങ്ക് മൈ ഗോഡ് ഓൾവേസ് കൺസേണിങ് യു ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ് വിച്ച് വാസ് ഗിവൻ യു ഇൻ ക്രൈസ്റ്റ് ജീസസ്. എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഒരു കാരണമുണ്ട്. അതെ, നിങ്ങളും ഞാനും അനുഭവിക്കുന്ന ദൈവകൃപ നിമിത്തം അത് നമുക്ക് ഓർത്ത്, അന്യോന്യം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിങ്ങളിലേക്ക് പകർന്ന ദൈവകൃപ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ മുഖാന്തരമുണ്ട്. എന്നെ ഓർത്ത് നിങ്ങൾക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും. പൗലോസ് കൊരിന്ത്യരോട് പ്രസംഗിച്ചതിന് ശേഷം പൗലോസ് അവർ രക്ഷിക്കപ്പെട്ടവരായി ദൈവമക്കളവരായി അവരെ കാണുമ്പോൾ പൗലോസിന് പറയുവാൻ കഴിയുന്നത് ദൈവകൃപ കൊണ്ടാണ് അവർ ദൈവമക്കളായി തീർന്നത് എന്നാണ്. ഒന്നാമതായി നാം വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാണ്. രണ്ടാമതായി യേശു ക്രിസ്തുവിൽ നമുക്ക് ദൈവകൃപ ലഭിച്ചവരാണ്. മൂന്നാമതായിട്ട് 5-6 വാക്യത്തിലൂടെ നാം കാണുകയാണ്, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇൻ എവറിഥിങ് യു വെർ എൻറിച്ച്ഡ് ഇൻ ഹിം ഇൻ ഓൾ സ്പീച്ച് ആൻഡ് ഓൾ നോളജ്. സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും നാം യേശു ക്രിസ്തുവിൽ നാം സമ്പന്നരായി തീർന്നു. ഒന്നാമതായി യേശു ക്രിസ്തുവിൽ നാം വിശുദ്ധരായി തീർന്നു, നാം വിളിക്കപ്പെട്ടു. രണ്ടാമതായി യേശു ക്രിസ്തുവിൽ നമുക്ക് ദൈവകൃപ ലഭിച്ചു. മൂന്നാമതായി യേശു ക്രിസ്തുവിൽ നാം സമ്പന്നരായി തീർന്നു. സകല വചനത്തിലും സകല ജ്ഞാനത്തിലും യേശു ക്രിസ്തു നിമിത്തം യേശു ക്രിസ്തുവിൽ നമ്മൾ സമ്പന്നരായി തീർന്നു. വി ആർ റിച്ച് ഇൻ ക്രൈസ്റ്റ്. നാം ക്രിസ്തുവിൽ സമ്പന്നരാണ്. യേശു ക്രിസ്തുവിൽ നമ്മളെ സമ്പന്നരാക്കി തീർത്ത ദൈവത്തിന് നാം എത്രയധികം സ്തോത്രം ചെയ്യണം എന്ന് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നാം പിന്നെയും അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ 7-ാം വാക്യത്തിൽ നാം 4-ാമത്തെ നമ്മുടെ അനുഗ്രഹം അഥവാ നന്മ കാണുകയാണ്. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. യു ആർ നോട്ട് ലാക്കിംഗ് ഇൻ എനി ഗിഫ്റ്റ്. ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നാം തീർന്നു. അതെ, ഒരു സഭയെ ദൈവം വിളിച്ച് വേർതിരിച്ച് ഒരു ദേശത്താക്കി വെക്കുമ്പോൾ വിളിക്കപ്പെട്ടവരുടെ കൂട്ടം, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, അതാണ് എക്ലീഷ്യ. അതെ, സഭ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്, വിശുദ്ധന്മാരുടെ സംഘമാണ്, ദൈവകൃപ അനുഭവിക്കുന്നവരാണ്, അവർ ക്രിസ്തുവിൽ സമ്പന്നരാണ്, അവർക്ക് ഒരു കൃപാവരത്തിലും കുറവില്ല. നാം ഓരോരുത്തരും ഉൾക്കൊണ്ട് നിൽക്കുന്ന സ്ഥലം സഭയിൽ ദൈവം വ്യത്യസ്തമായ കൃപാവരങ്ങൾ നൽകി വിവിധ കൃപാവരങ്ങളാൽ അന്യോന്യം ശുശ്രൂഷിപ്പാൻ ആത്മിക വർധനയ്ക്കായി നമ്മളെ ഒന്നിച്ചാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ ഒരു കൃപാവരത്തിനും കുറവില്ല. ഒരു കൃപാവരത്തിനും കുറവില്ലാതെ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുവാൻ. അതെ, നിങ്ങൾക്കും എനിക്കും ക്രിസ്തുവിന്റെ നാളോളം, കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുവോളം നമുക്ക് കൃപാവരങ്ങൾ തന്നിരിക്കുകയാണ്. അന്യോന്യം ശുശ്രൂഷിച്ച് നാം കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാനായിട്ട്. അതുകൊണ്ട് ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി സഭ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന മനോഹരമായ ഒരു ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ വരവിനെ കാത്തിരിക്കുന്ന സഭ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ്. നിങ്ങൾക്കും എനിക്കും ദൈവം പകർന്നു തന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ യേശു ക്രിസ്തു ഉയരത്തിലേക്ക് കയറി
തൻ്റെ സഭയ്ക്ക് അവൻ ദാനങ്ങളെ കൊടുത്തു. ആ ദാനങ്ങൾ നിമിത്തം നിങ്ങളും ഞാനും എത്രയധികം അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങനെയുള്ള കൃപാവരങ്ങൾ നമുക്ക് തന്ന് നമ്മെ കർത്താവിൻ്റെ സഭയിലെ ശുശ്രൂഷകന്മാരായി ദൈവം നിർത്തി. അതുകൊണ്ട് ആത്മിക വർധന വരുത്തി കർത്താവിനെ സേവിച്ച് നാം പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് നാലാമതായി കാണുവാൻ കഴിയുന്നത്, ഒരു കൃപാവരത്തിലും കുറവില്ലാതെ സഭയായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ നമ്മെ ദൈവം ഒരുക്കി. അത് ദൈവത്തിന്റെ അനുഗ്രഹം ആണ്. അഞ്ചാമതായിട്ട് നാം 8-ാമത്തെ വാക്യത്തിൽ കാണുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. Who will also confirm you to the end, blameless in the day of our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ നാം കുറ്റമില്ലാത്തവരായി നിൽക്കും. അങ്ങനെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഉറപ്പിക്കും. എന്തൊരു ഉറപ്പുള്ള വാക്കാണ്! എത്ര വലിയ പ്രത്യാശയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ എന്ന് പറഞ്ഞാൽ. നമ്മുടെ കർത്താവ് തന്റെ സഭയെ മധ്യാകാശത്തിൽ ചേർക്കുവാനായിട്ട് വരുന്ന ആ നാളാണ്. അന്ന് നാം അവന്റെ സന്നിധിയിൽ ചേരുമ്പോൾ, അവന്റെ മുമ്പാകെ നാം നിൽക്കുമ്പോൾ, ഒരു കുറ്റവുമില്ലാത്തവരായി നമ്മെ നിർത്തുവാൻ തക്കവണ്ണം ദൈവം യേശുക്രിസ്തുവിൽ നമ്മളെ ഉറപ്പിക്കും എന്ന് പറഞ്ഞാൽ, നമ്മുടെ വിശ്വാസത്തിന്റെ സ്ഥിരതയും നമ്മുടെ വിശുദ്ധിയുടെ പരിപാലനവും നമ്മെ യാതൊരു ഊനവുമില്ലാതെ കാക്കുകയും ചെയ്യുന്ന ദൈവീക സംരക്ഷണം നമുക്കൊരു പ്രാവശ്യം കൂടെ ഉറപ്പിക്കുകയാണ്. നമ്മെ രക്ഷിക്കുക മാത്രമല്ല, നമ്മെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ കൃപയും പരിപാലനവും നമുക്കിതിലൂടെ കാണുവാൻ കഴിയും. നമ്മെ രക്ഷിച്ച് നമ്മെ ഇന്ന് വരെ സൂക്ഷിച്ച് ക്രിസ്തുവിന്റെ നാളോളം സൂക്ഷിക്കുന്ന നമ്മുടെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ആറാമതായിട്ട് നാം 9-ാം വാക്യത്തിൽ കാണുകയാണ്, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഇവിടെ നാം കാണുകയാണ്, നമ്മെ കൂട്ടായ്മയിലേക്ക് വിളിച്ചു. അതെ, God is faithful, through whom you were called into the fellowship with his son Jesus Christ our Lord. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചു. അവിടെ ആ കൂട്ടായ്മയിലേക്ക് വിളിച്ചു എന്നുള്ളത് നാം കാണുന്നത്, you were called into the fellowship with his son. തൻ്റെ പുത്രനുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് നമ്മളെ വിളിച്ചത്. അതെത്രയോ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ആറാമതായിട്ട് ദൈവപുത്രനുമായി കൂട്ടായ്മയ്ക്ക് വേണ്ടി നാം വിളിക്കപ്പെട്ടവരാണ്. യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ 1-ാം ലേഖനത്തിൽ എഴുതുന്നുണ്ട്, ഞങ്ങൾക്ക് കൂട്ടായ്മയുള്ളതോ ദൈവത്തോടാണ്, അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടാണ്. അതെ, നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഇത് എഴുതുന്നത്. ദൈവമക്കൾക്ക് പിതാവാം ദൈവത്തോട്, കർത്താവായ യേശുക്രിസ്തുവിനോട് കൂട്ടായ്മയുള്ള ദൈവമക്കൾ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നാം അന്യോന്യം കൂട്ടായ്മ അനുഭവിക്കുന്നവരാണ്. ദൈവം നമ്മളെ തന്റെ പുത്രന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചു. അത് ആറാമത്തെ അനുഗ്രഹമാണ്. എന്നാൽ ഏറ്റവും ഉപരിയായി ഈ വാക്യത്തിൽ നാം 7-ാമതായിട്ട് ദൈവത്തിന്റെ പ്രത്യേകത കാണുകയാണ്. ദൈവം വിശ്വസ്തൻ. God is faithful. The one who has blessed us in Christ Jesus, he is able to keep us. The one who has saved us, he is able to protect us. നിങ്ങളെയും എന്നെയും വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ദൈവം, വിശുദ്ധന്മാരായി വിളിച്ചിരിക്കുന്ന ദൈവം, ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം, അവൻ നമ്മെ സൂക്ഷിപ്പാൻ ശക്തനാണ്. അവൻ വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്, അവന്റെ വാക്കു പാലിക്കുന്നവനാണ്. അവൻ നമ്മളെ ക്രിസ്തുവിന്റെ നാളോളം സൂക്ഷിക്കും. നമ്മുടെ രക്ഷ എത്ര ശ്രേഷ്ഠമാണെന്ന് കൊരിന്ത്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ ആമുഖ ഭാഗത്ത് തന്നെ പൗലോസ് അപ്പോസ്തലൻ വർണ്ണിക്കുകയാണ്. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൗലോസ് അപ്പോസ്തലനെ പോലെ ഹൃദയം നിറഞ്ഞ് എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കാരണം യേശുക്രിസ്തുവിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നന്മകൾ എത്ര ശ്രേഷ്ഠമാണ്. അവൻ നമ്മളെ വിശുദ്ധന്മാരായി കാണുന്നു. അതെ, നിങ്ങളും ഞാനും ഇന്ന് സഭയെ നോക്കുമ്പോൾ പലപ്പോഴും പല ന്യൂനതകളുള്ളവരായി മനുഷ്യ കണ്ണുകളിലൂടെ നാം കാണുന്നുണ്ട്. എന്നാൽ ദൈവം തൻ്റെ കണ്ണിലൂടെ
ബൈബിളിലൂടെ സഭയെ നോക്കുമ്പോൾ വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. ക്രിസ്തുവിനോടുകൂടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിൽ നമ്മളെ സമ്പന്നരാക്കി തീർത്തതാണ്. നാം അവനെ എപ്പോഴും ആരാധിച്ച് അവന്റെ സന്നിധിയിൽ സന്തോഷിപ്പാൻ തക്കവണ്ണം നമ്മെ തന്റെ മക്കളാക്കി തീർത്ത ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വീണവന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. സകല ആരാധനയും മഹത്വവും നമ്മുടെ കർത്താവിന് അർപ്പിക്കാം. നമുക്കൊരു വാക്ക് സ്തോത്രം ചെയ്യാം. തേജോമയനായ ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് വിശ്വസ്തനാകയാൽ ഞങ്ങൾ വീണങ്ങെ ആരാധിക്കുന്നു. അങ്ങയുടെ പുത്രന്റെ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ വിളിച്ചതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വിശുദ്ധന്മാരായി വിളിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ക്രിസ്തുവിനോടുകൂടെ കൂട്ടായ്മ അനുഭവിപ്പാൻ ഞങ്ങളെ വിളിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുവാൻ അങ്ങയുടെ പുത്രനെ ക്രൂശിൽ തകർത്ത് ഞങ്ങൾക്ക് ദൈവം ഒരുക്കിയ രക്ഷയ്ക്കായിട്ട് സ്തോത്രം. ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി ഞങ്ങളെ അനുഗ്രഹിച്ച് കൂട്ടായ്മ അനുഭവിച്ച ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഇളയവരാകുന്ന ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിലയേറിയ വിശ്വാസത്തിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം രക്ഷദാനമായി തന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഞങ്ങളെ ചേർക്കുവാനായിട്ട് ഞങ്ങളുടെ കർത്താവ് വരും. ഞങ്ങളുടെ കർത്താവിന്റെ പ്രത്യക്ഷതയുടെ നാളിൽ ഞങ്ങൾ അവനെ മുഖാമുഖമായി കാണും. താൻ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ അവനെ കാണുന്നതാകൊണ്ട് അവരോട് സദൃശ്യന്മാരാകുമെന്നുള്ള പ്രത്യാശയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ വളരെ പ്രത്യാശയോടുകൂടെ ഞങ്ങളുടെ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ നാളുകളിൽ ഒന്നും ഞങ്ങളുടെ കർത്താവ് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും സർവ്വവല്ലഭനായ പ്രിയ പിതാവേ അങ്ങയുടെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.